ഇതിന്റെ ഒരു പ്രാർത്ഥന. യഹോവേ ന്യായത്തെ കേൾക്കണമേ. യഹോവേ ന്യായത്തെ കേൾക്കണമേ. എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. കപടമില്ലാത്ത എന്റെ അതിരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്നും പുറപ്പെടട്ടെ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. എന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. എന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു. രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. രാത്രി എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു. നീ എന്നെ പരീക്ഷിച്ചു. ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായിൽ ലംഘനം ചെയ്യുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അതിരങ്ങളുടെ വചനത്താൽ മനുഷ്യ പ്രവൃത്തികളെ കണ്ട് ഞാൻ നിന്റെ അതിരങ്ങളുടെ വചനത്താൽ ദുഷ്ടന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. ദുഷ്ടന്റെ വാതിലുകൾ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. എന്റെ കാൽ വഴുതിയതുമില്ല. എന്റെ കാലം പിടിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമല്ലുമല്ലോ. എന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച എന്റെ അപേക്ഷ കേൾക്കണം. എന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലങ്കൈ രക്ഷിക്കുന്നതിനായി എന്റെ വലങ്കയ്യാൽ രക്ഷിക്കുന്നതിനായുള്ളവേ നിന്റെ അത്ഭുതകാരനെ കാണിക്കണം. എന്റെ അത്ഭുതകാരനെ കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണം. കണ്ണിന്റെ കൃഷ്ണനെ പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ കൊള്ളയിടുന്ന പുരുഷന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ ചുറ്റി പറയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം എന്റെ ചിറകിന്റെ നിഴലിൽ നിന്ന് മറച്ചുകൊള്ളണം. എന്റെ ചെറുകിൽ എന്നെ മറച്ചു കൊള്ളണമേ. അടച്ചിരിക്കുന്നു. അതങ്ങൾ ഹൃദയത്തെ അടച്ചിരിക്കുന്നു. വായ കൊണ്ട് വമ്പ് പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടിയെ തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും കൊതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ യഹോവേ, എഴുന്നേറ്റ് അവരുടെ എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണൻ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വസ്ത്രം വിടിവിക്കണമേ. അവരുടെ ഓഹരി ആയുസ്സത്രേ. എന്റെ സമ്പത്തോട് നീ അവരെ വരുന്നു വെക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണർന്നിപ്പോൾ നിന്റെ രൂപം കണ്ടവനാകും. യേശുവേ, ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, വായിച്ച സങ്കീർത്തനായ സ്തോത്രം, കൂട്ടായ്മയ്ക്കായ സ്തോത്രം. എല്ലാവരെയും കർത്താവ് കാണണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട ആത്മീയ ദൂതുകളും ആലോചനകളും ദൈവശക്തിയും നൽകി തരുവാൻ്റെ കർത്താവ് പ്രസാദിക്കുവാനാകണമേ. പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ, ആരാധനയിൽ പ്രസാദിക്കണമേ. നമ്മൾക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര ആയിരം നാവുകളാ അത് വർണ്ണിപ്പതിനെഴുതും. ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതും. 10,000 ചൊല്ലിടും വാരില സാധ്യമോ. 10,000 ചൊല്ലിടുവാൻ ആരില സാധ്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.
അതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. അനേകം പ്രകൃതിക്ഷോഭത്തിലും അനേകം സ്വാഭാവികമായിട്ടും പല നിലയിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ഒരാഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ കാലം. അതൊക്കെയും നമുക്ക് ഏറ്റവും പ്രയാസമുള്ളതും സങ്കടമുള്ളതും അതൊക്കെയും നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നതുമായ സംഭവങ്ങളായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോവുക എന്നുള്ളത് ഒരു വലിയ അതിശയമുള്ള കാര്യമൊന്നുമല്ല. അത് സ്വാഭാവികമാണ്. എല്ലാവരും ആ വഴി പോയേ പറ്റൂ. എന്നാൽ ഒരു അനർത്ഥത്തിൽ കൂടി അത് കടന്നു പോവുക എന്ന് പറയുന്നത് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അനർത്ഥത്തിൽ കൂടി കടന്നു പോകുന്നവരെല്ലാവരും നശിച്ചു പോകുന്നു എന്നുള്ളതല്ല. പിന്നെയോ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു എന്നാണ്. ദൈവത്തിന്റെ ന്യായവിധി കടന്നു വരുമ്പോൾ അതിൽ കൂടി നശിച്ചു പോകുന്നു, അതിൽ കൂടി ലോകത്ത് മാറ്റപ്പെട്ടു പോകുന്നവർ അതൊക്കെയും ദൈവിക സംരക്ഷണം ഇല്ലാതെ വരാൻ കാരണം എന്ത് എന്നുള്ളത് ചിന്തിക്കത്തക്കതാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഇങ്ങനെ അപകടപ്പെട്ടു പോകുന്നവർ മുഴുവൻ നശിച്ചു പോകുന്നു എന്ന് അർത്ഥമില്ല. പിന്നെയോ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രകാരം ഒരു സാക്ഷാൽ ഇസ്രായേലിന്റെ അവസാനം ഭക്തന്മാർ മരിക്കുന്ന രീതി, ഇത് രണ്ടും ഒരു ദൈവത്തിന്റെ പൈതലിന് അവകാശപ്പെട്ടതാണ്. ഇത് രണ്ടും ലഭിക്കണമെങ്കിൽ ഒന്നാമത് ആയുഷ്കാലം പൂർത്തിയാകണം. ആയുഷ്കാലം കൊണ്ട് തൃപ്തി വരണം, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരണം. അതുപോലെ തന്നെ എന്റെ മരണത്തിങ്കൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും തരത്തിലുണ്ടാകും. അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ഇത് ഇങ്ങനെ കാണുന്നതിന്റെ കാര്യം ആത്മീക മണ്ഡലം മുഴുവനും ആ സംഭവത്തെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ആത്മീയ മണ്ഡലം മുഴുവനും ശ്രദ്ധിച്ചാലുള്ള പ്രത്യേകത, ഒരു മനുഷ്യന്റെ മരണത്തിൽ നമ്മൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഇന്നവിധ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് കർത്താവ് മുൻകൂട്ടി പ്രവചിച്ചതാണ്. മരണസമയമായപ്പോഴേക്കും പത്രോസിനെ ക്രൂശിൽ തറച്ചു കൊന്നു എന്നാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ ആ മരണത്തിങ്കൽ അതൊട്ടും സന്തോഷമല്ല, ദുഃഖം തന്നെയാണ്, പ്രയാസമെന്നാണ്. പക്ഷെ ദൈവനാമത്തിന്റെ മഹത്വം അതിലുണ്ടായിരുന്നു. അങ്ങേയറ്റം ദുഃഖമുള്ള ഒരു കാര്യത്തിൽ ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടെങ്കിൽ അതൊക്കെയും അത് ഏറ്റവും മറ്റുള്ളവർക്ക് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെങ്കിലേക്ക് തിരിയുവാനും അവസരം ഉണ്ടാക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതം ഒരു മനുഷ്യൻ പഠിക്കുന്നതും തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് താൻ പരിശീലിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ആ പരീക്ഷാ ദിവസത്തിൽ ചോദ്യപേപ്പർ വന്ന് ഉത്തരം എഴുതി കൊടുത്ത് അത് പാസ്സായി അതിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയുന്ന പോലെയാണ് ഒരു മനുഷ്യന്റെ ജീവാവസാനം. അത് പൂർത്തിയാകണം, അത് ദൈവനാമ മഹത്വത്തിലുമായി തീർന്നു. ഇത് രണ്ടും ദൈവത്തിന്റെ ഭക്തന്മാർക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഇതെന്ത് ഇങ്ങനെ എന്ന് ചോദിക്കത്തക്ക വണ്ണമുള്ള പല സംഭവങ്ങളും ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. കർത്താദാസന്മാരുടെ തന്നെ, ദൈവഭക്തന്മാരുടെ തന്നെ. നമ്മളാരും വിധിക്കാൻ നമ്മളാരുമല്ല. ഒരു ശ്രേഷ്ഠതയ്ക്ക് നമ്മൾ യോഗ്യരുമല്ല. ഒരുവൻ യോഗ്യനായ ഒരുവൻ മാത്രമേ കർത്താവ്. എന്തായിരുന്നാലും കർത്താവ് ഇന്നും ഈ അനർത്ഥങ്ങളിൽ നശിച്ചു പോകാതെ വേണം നമ്മെ സൂക്ഷിച്ച് ഇന്നും ജീവനോട് ശേഷിപ്പിച്ചിരിക്കുന്നു.
അതാ പറഞ്ഞതുപോലെ അവരെക്കാൾ അവരെക്കാൾ നമ്മൾ നീതിയുള്ളത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ ദയയാലും കരുണയാലും നമ്മൾ കാണുകയും ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറം ഒരു ദൈവത്തിന്റെ നീതിയുണ്ട്. ആ നീതിക്ക് നമ്മൾ ഇന്ന് ജീവിക്കാൻ ഇടവന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ വീണ്ടും ഒരു ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ അറിയിച്ചത് കർത്താവാണ്. കാരണം ഫറവോന്റെ അടിമത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കാൻ വ്യവസ്ഥയില്ല. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. പിന്നെ മരുഭൂമിയിൽ ചെന്നിട്ട് വേണം ആരാധിക്കാൻ. തങ്ങൾക്ക് എന്തുണ്ടോ ദൈവം പറയുന്നതിനെ കൊണ്ട് വേണം വഴിപാട് അർപ്പിക്കാൻ. അങ്ങനെ അനവധി വ്യവസ്ഥകളോട് കൂടിയാണ് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ ജനത്തിന്റെ കർത്താവ് വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. ഇന്ന് അതുപോലെ തന്നെ ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം തന്റെ ജനത്തെ വിടുവിച്ച് കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കുന്ന ദിവസങ്ങളാണ്, സമയമാണ്. അതുകൊണ്ട് ഈ ദിവസം ഏത് ആരാധനയിലാണ്, ഒരു ആരാധനയെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഭക്തന്മാർ ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. കാരണം ഏത് ആരാധനയിലാണ് കർത്താവ് എനിക്ക് വേണ്ട പ്രതിഫലം വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. നിശ്ചയമായിട്ടും ആരാധനയിൽ ഏതെങ്കിലും ഒരു ആരാധന നമ്മളെ വിളിച്ചപ്പോൾ മുതൽ കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ ചേരുന്നത് വരെയുമുള്ള ആരാധനാ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ആരാധനയിലാണ് നമ്മൾ ലക്ഷ്യം പ്രാപിക്കാനുള്ള യോഗ്യത നേടുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും ദൈവത്തിന്റെ പ്രതീക്ഷയോടുകൂടി കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ചിന്തകളെല്ലാം വിടാം. ധാരാളം സങ്കടങ്ങളും പ്രയാസങ്ങളും പരാതികളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നിലും തങ്ങി നിൽക്കണ്ട. പിന്നെയോ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളെ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ദൈവമേ, ഇന്ന് ദൈവം പ്രസാദിക്കുമോ? എന്റെ കർത്താവ് ഇന്ന് പ്രസാദിക്കുമോ? എന്റെ കഴിവല്ല, എന്റെ യോഗ്യതയല്ല, പിന്നെയോ കർത്താവിന്റെ കരുണ. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 17-ാം സങ്കീർത്തനമാണ്. 17-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന അനവധി വാക്കുകൾ, വചനങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ ഒന്നിനും ബോധത്തിന്റെ രൂപം കൊണ്ട് നിർത്തലാകും, കവണമില്ലാത്ത അതിനുള്ള പ്രാർത്ഥന കേൾക്കണമേ. ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ 17-ാം സങ്കീർത്തനത്തിൽ ഉണ്ട്. ആ സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്, ദൈവമേ, നീ എന്നെ ശോധന ചെയ്തു, രാത്രി എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. 3 കാര്യങ്ങളാണ്. ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ സന്ദർശിച്ചു, എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. അപ്പൊ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, ദൈവം ഒരു പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എന്തെല്ലാം നമ്മള് പൊതുവെ ബന്ധുക്കോസ്താരെ കുറിച്ച്, ക്രിസ്തീയ വിശ്വാസികളെ കുറിച്ച്, സത്യവിശ്വാസികളെ കുറിച്ച് ഒരു ചൊല്ലുണ്ട്, പ്രാർത്ഥനക്കാരൻ. അവരുടെ പേര് തന്നെ പ്രാർത്ഥനക്കാരെന്നാണ്. കാരണം അവര് പ്രാർത്ഥിച്ച് നേടിയെടുക്കും കാര്യങ്ങൾ. അവര് പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ദൈവത്തിന് ഹിതമാകണമെന്നില്ല. എന്നാൽ ഇതിനകത്ത് അപകടമുള്ള കാര്യങ്ങളുണ്ട്, അപകടമുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് കർത്താവ് ഒരു മനുഷ്യനെ നോക്കുന്നത്. അവൻ കുറച്ച് നാളായി ചോദിക്കുന്നു, ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനോട് ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള, ഞാൻ അറിയുന്ന ഒരാളാണ്. പണ്ട് 10, 50, 45 വർഷം മുമ്പ്
അദ്ദേഹം എല്ലാവർക്കും പ്രശ്നക്കാരനായ ഒരു മനുഷ്യൻ, എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ആ മനുഷ്യന് ഒരാൾ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിചാരിതമായിട്ട് ഒളിച്ചിരുന്ന് അദ്ദേഹത്തിന് കണ്ണില് ഒരു ദ്രാവകം ഒഴിച്ചു. 2 കണ്ണും പോയി. അയ്യോ! അത് കാണേണ്ട കാഴ്ച. ഞാൻ പോകുന്ന പോക്ക് ഞാൻ കണ്ടതാ. എന്നെ ആ അവസാനത്തെ വിളിച്ച വിളി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം അത് ഏകദേശം 2 കണ്ണും പോയെങ്കിലും ഒരു കണ്ണ് ഒരു 10% കണ്ണ് അത്ര ഇതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് കാണാം. ശകലം കാണാം ആളെ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൈദ്യം വന്നു കഴിഞ്ഞപ്പോ വൈദ്യരോട് ചോദിച്ചു, എങ്ങനെയുണ്ടിപ്പോ? വൈദ്യം ചോദിച്ചപ്പോ കൊള്ളാം, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. എനിക്കിപ്പോ ശകലം ഈ ഒരു മൂടല് പോലെ ഒരു കണ്ണ് ശകലം കാണാം. ആ ഏതായാലും പരസഹായം ഇല്ലാതെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഈ ചികിത്സയുടെ മെയിൻ ഉദ്ദേശം. അതിനുവേണ്ടി പരിശ്രമിക്കുന്നുള്ളതാണ്. അവസാനം ഇദ്ദേഹത്തിന്റെ മനോഗതം അറിയാനായിട്ട് ഇദ്ദേഹത്തെ വലിയ അപകടകാരിയാണ്. അന്നേരമാണ് അദ്ദേഹം പറയുന്നത്, ഒരു കണ്ണ് ഒരാളെ ഒന്നിട്ട് അറിഞ്ഞു കിട്ടിയാൽ മതി. കാരണം അയാളെ കൂടെ കൂടി കൊന്നിട്ട് എനിക്ക് മരിച്ചാൽ മതി. ഈ അവസ്ഥയിലും ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോ ആ വൈദ്യൻ അതിശയിച്ചു പോയി. എന്ത് മനുഷ്യൻ! ഈ ലോകത്തിലെ വെളിച്ചം കാണണം എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത്, ശത്രുവിനെ കാണണം, അതിനെ ഒടുക്കിക്കളയാം എന്ന് ഞാൻ അത് ചുരുക്കി പറയുമ്പോ വൈദ്യം പറഞ്ഞു, കഴിഞ്ഞ് എണ്ണ തേച്ച് കുളിച്ചോളാൻ പറയുന്നതാ പറയുന്നത്. അങ്ങനെ അന്ന് എണ്ണ തേച്ച് കുളിച്ചു. തീർത്തു എന്നേക്കുമായിട്ട് ആ കണ്ണ് പോയി. ഒരിക്കലും വെളിച്ചം കാണാത്ത നിലയിൽ പോയി. കാരണം ആ മനുഷ്യന്റെ ഉദ്ദേശം മനസ്സിലാക്കിയപ്പോ അത് ഭയാനകമാണ്. കാരണം അദ്ദേഹത്തിന് 2 കണ്ണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അനേകരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് വൈദ്യം മനസ്സിലാക്കി. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവേ, നീ എന്തൊക്കെ ചെയ്തു? രാത്രി എന്നെ സന്ദർശിച്ചു നോക്കി, പരീക്ഷിച്ചു നോക്കി, ചോദന ചെയ്ത് നോക്കി. ഇത് മൂന്ന് തരത്തിലാണ്. ചോദന ചെയ്ത്, രാത്രി ഒന്ന് സന്ദർശിച്ച്, പരീക്ഷിച്ചു. ചോദന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒരാൾ ഇതിനെ പ്രകാരം പറഞ്ഞു, പരീക്ഷ നമുക്ക് അതിജീവിക്കാം, ചോദന അതിജീവിക്കാൻ പ്രയാസം. കാരണം ചോദന ചെയ്യുക പറഞ്ഞാൽ അന്തരീക്ഷം ദൈവം അങ്ങ് സൃഷ്ടിക്കുക. യാക്കോബിന്റെ വീട്ടില് യാക്കോബിന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം യോസഫ് മരിച്ചിട്ടില്ല. അപ്പോഴേ യാക്കോബ് ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ പുറത്തേക്ക് നോക്കി, മക്കള് പോയിട്ട് ഇനി വരില്ല എന്ന് അറിയുന്ന ഒരു അപ്പന്റെ ദുഃഖം. ആ പുറത്തേക്ക് നോക്കിയിരിക്കും, വരില്ല. കാരണം എന്തറിയാമോ? കാരണം തന്റെ മകൻ യോസഫ് സഹോദരന്മാരെ അന്വേഷിക്കാനായിട്ട് ചെന്നപ്പോ ഒരു സിംഹം, ഒരു കാട്ടുമൃഗം എതിരെ വന്നു യോസഫിനെ പറിച്ചു കീറി അവനെ തിന്ന് വസ്ത്രം മാത്രം അവിടെ എറിഞ്ഞു കളഞ്ഞു. അവിടെ ഇട്ട് ആ വസ്ത്രം സഹോദരന്മാർ എന്റെ അടുത്ത് കൊണ്ടുവന്നു. സംശയമില്ല, യോസഫ് മരിച്ചു. ദിനം പ്രതി നുറുങ്ങി മരിച്ചാ മതി. നീ ജീവിക്കണ്ട, എന്തിനു ജീവിക്കുന്നു? അതാണ് ശോധന എന്ന് പറയുന്നത്. സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ മനുഷ്യനെ സംബന്ധിച്ചത് സംഭവിച്ചു. അതാണ് ശോധന എന്ന് പറയുന്നത്. ആ സന്ദർഭം അതൊരു ഭയങ്കരമാണ്. കാരണം തന്റെ മകൻ
അവിടെ ചെല്ലുന്നതും മൃഗമെതിരെ വന്നിരുന്നതും പറിച്ചു കീറുന്നതും രക്തം ചിന്തുന്നതും അത് ഭക്ഷിക്കുന്നതും എല്ലാം ഇങ്ങനെ ഭാവനയിൽ കാണും. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ യാക്കോബിനെ സംബന്ധിച്ച് എല്ലാം സംഭവിച്ചു. മക്കളെ സംബന്ധിച്ച് സത്യം അറിയുകയും ചെയ്യാം. അതാണ് ശോധന എന്ന് പറയുന്നത്. അതായത് നീ എന്നെ എങ്ങനെ അറിഞ്ഞിരിക്കുന്നു? ശോധന ചെയ്തറിഞ്ഞിരിക്കും. ശോധന ചെയ്തറിയും. അതാണ് ദൈവം. അപ്പോ നാളെ ഒരിക്കൽ നമ്മള് ശോധന ചെയ്തറിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് അപ്പോസ്തലരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ ശൗലിനോടും ബർന്നബാസിനോടും. അപ്പൊ ശൗലും ബർന്നബാസും എന്ത് ചെയ്തതാ? പ്രാണത്യാഗം ചെയ്തതാ. അവർ ജീവിച്ചിരിപ്പുണ്ട് താൻ. എങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ പ്രാണത്യാഗം ചെയ്യണം? ഇതുപോലെയാണ്. മരിച്ചു എന്ന് തന്നെ ചിന്തിച്ചു. മരിച്ചു, ഇനി ഇല്ല. കാരണം നാം ഇനി ഇനി ജീവിക്കേണ്ട കാര്യമില്ല. ശോധന എന്ന് പറഞ്ഞത് അതാ. ഇത് കർത്താവ് ചെയ്തു നോക്കി. രണ്ടാമത് രാത്രി സന്ദർശിച്ചു. ദൈവം ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഹൃദയാവസ്ഥ അറിയാൻ വേണ്ടി സന്ദർശിക്കുന്ന ഒരു സമയമുണ്ട് രാത്രി. ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ കർത്താവ് ചെന്ന് പ്രാണനെ ചോദിക്കും, സംസാരിക്കും. പിന്നെ പരീക്ഷിച്ച് ഏതെങ്കിലും തരത്തില് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്താണ്? ദുരുദ്ദേശം ഉള്ളത്. നമ്മൾ ആദ്യമേ ആ കണ്ണ് സുഖമില്ലാത്ത മനുഷ്യന്റെ ചരിത്രം പറഞ്ഞതുപോലെ ആ മനുഷ്യന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞപ്പോഴാണ് വൈദ്യൻ, അയ്യോ ഇവന് കണ്ണ് 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ എണ്ണത്തിനെ ഈ ലോകത്ത് വെച്ചേ പോയി. എതിരാളികൾ മുഴുവൻ നശിപ്പിക്കും. ഇതുപോലെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പലരും പറയുന്നു, ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ച 18 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. 10 വർഷമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. ആരാ തെറ്റുകാരാരാ? തെറ്റുകാരാരാ? ദൈവത്തിന്റെ വചനം പറയുന്നത് അവിടെ ഏതോ ഒരു ദുരുദ്ദേശമുണ്ട്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നിട്ട് ഏകദേശം 35 വർഷത്തോളായി. ഈ 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം കേൾക്കണം, അന്ന് ഞാൻ സാമ്പത്തികമായിട്ടെല്ലാം തകർന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വളരെ കഷ്ടതയിൽ കൂടിയെല്ലാം വന്നൊരു സമയമുണ്ട്. നേരം ഒരു ശുശ്രൂഷകരിൽ കൂടി ദൈവം പറഞ്ഞ വാക്കാണ്, ഇവന് ഇപ്പോ അനുഗ്രഹിക്കില്ല, ഇപ്പോ സാമ്പത്തികമായ അനുഗ്രഹം നിനക്കുണ്ടാവില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കില്ല, പോകും. സങ്കടം വരുമോ? ഒരാളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത്, വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കർത്താവ് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരും, അതിനാൽ നിലനിൽക്കാമെന്ന് ആഗ്രഹിച്ചു വരുന്ന സമയത്ത് ദൈവാത്മാവ് ദൂത് പറഞ്ഞ വാക്കായി പറയുന്നത് എന്താണ്? ഇപ്പൊ അനുഗ്രഹം നീ ചോദിക്കുന്നത് തരില്ല. കാരണം എന്നാൽ വഴിതെറ്റിപ്പോവും, പിന്മാറിപ്പോവും, വിശ്വാസം നിലനിൽക്കില്ല, ചില ശോധനയിൽ കൊടുക്കില്ല, നടത്തിക്കൊണ്ടുമായ ശേഷം മാത്രമേ തരുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവം ചിന്തിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എനിക്കൊരു വലിയൊരു സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ, എനിക്കൊരു നല്ല അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സഭയ്ക്ക് വേണ്ടി ഇന്നത് ചെയ്യും, ഇന്ന് ഇന്നവർക്കെല്ലാം വീട് വെച്ചു കൊടുക്കും, ഇന്നവർക്കെല്ലാം സഹായിച്ചു കൊടുക്കും, ഒരുപാട് കാര്യങ്ങളാണ്. ഇതൊന്നും അല്ല കാര്യം. അന്തർഭാഗത്തെ അറിയുന്ന ദൈവം ഈ 3 കാര്യങ്ങളും കഴിഞ്ഞിട്ട് മാത്രമേ ആ കാര്യത്തിലേക്ക് കടക്കുള്ളൂ. ശോധന ചെയ്ത് നോക്കും, രാത്രി സന്ദർശിച്ചു നോക്കും, പരീക്ഷിച്ചു നോക്കും. അപ്പോഴത്തെയാണ് ദുരുദ്ദേശമുണ്ട്. എന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഇവിടെയൊന്നും നിൽക്കില്ല. അത് മാത്രമല്ല, അതുകൊണ്ട് മറ്റുള്ള ദൈവജനത്തിന് ഉപദ്രവവും വരും, ദൈവസഭയ്ക്ക് ഉപദ്രവം വരും, അവന്റെ പ്രാണന് ഉപദ്രവം വരും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അറിയാവോ? എത്രയോ കാലങ്ങളായിട്ട് ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന തന്നെ പല സന്ദർഭങ്ങളിലും ഉണ്ടായത് ഞാൻ ഓർക്കുക. എത്രയോ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു നന്മയും കിട്ടാതെ, ഒരു കാര്യം ഒരു നന്മയിലും എത്താതെ
നിലവിളിച്ചുകൊണ്ട് രാവും പകലും നിലവിളിച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് നടക്കുന്ന ജീവിതങ്ങളെ അറിയാം. കർത്താവേ, നീ വിളിച്ചതല്ലേ, മോശമല്ലേ, വല്ല മനുഷ്യരും കേട്ടാ, മനുഷ്യരും കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ? ഒന്നും മറുപടിയില്ല, മറുപടിയില്ല. ഒറ്റ കാര്യം, എന്താ അതിന്റെ പ്രശ്നം? എന്താ അതിന്റെ പ്രശ്നം? നമ്മള് ദുരുദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. പിന്നെയോ, ദൈവത്തിന്റെ ഹിതമല്ലാത്ത ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, ഹൃദയാവസ്ഥകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ നിലയിൽ മുമ്പോട്ട് പോയി തീരുന്നതല്ലാതെ ആ ലക്ഷ്യത്തിലെത്തുന്ന കാരണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരാള് പട്ടാളത്തിൽ പോയി വന്നു. പട്ടാളത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ചെവിയുടെ മുകളില് ഒരു മുഴയുണ്ട്. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഷെല്ല് പൊട്ടിത്തെറിച്ച് ഏതോ ഒരു ഒരു ഷെല്ലിന്റെ ഒരു അംശം കയറി വെടികൊണ്ടതാ. അത് വീർത്ത് ഒരു ഓറഞ്ചിന്റെ മുഴുപ്പുണ്ട്. അപ്പൊ കാണാൻ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ. ഇതെന്നത്? ഞാൻ യുദ്ധത്തില് ബോർഡറിലായിരുന്നു. യുദ്ധത്തില് ഒരു ഷെല്ല് പൊട്ടിത്തെറിച്ച് ഒരു ശകലം കയറിയതാ. അതവിടെ ഇരിക്കുക. അയ്യോ, ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പാടില്ലേ? ഇല്ല, ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ മരിച്ചു പോകും. കാരണം അതുപോലൊരു മാർമിക മർമ്മത്താ അത് വന്നിരിക്കുന്നു, ഇരിക്കുന്നു. ഓ, അയ്യോ, അപ്പൊ ഇത് വെച്ചോണ്ടിരിക്കണം. ഇതിങ്ങനെ ഇരുന്നാലോ? ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ 15 വർഷം കൊണ്ട് മരിച്ചു. അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 15 വർഷത്തോളം ഏകദേശം ജീവിക്കാം. എടുത്തു കളഞ്ഞാൽ ഇപ്പൊ തന്നെ ആവും. ഇതുപോലെയാണ് ഇതുപോലെയാണ് അനേകരുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ. ദൈവമേ, ഞാൻ എങ്ങും എത്തിയില്ലല്ലോ, എനിക്ക് എന്താ കർത്താവേ, ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ, ദൈവമേ, ഞാൻ ഇതിനാണോ വിളിക്കപ്പെട്ടത്? ഈ കാര്യങ്ങൾ മുഴുവനും രാവും പകലും എണ്ണിപ്പെറുക്കി നിലവിളിച്ച് നിവൃത്തുകൊണ്ട് നടക്കുന്നതല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ ദൈവം 3 കാര്യങ്ങൾ നോക്കി, ശോധന ചെയ്ത് നോക്കി, പരീക്ഷിച്ചു നോക്കി, രാത്രി സന്ദർശിച്ചു നോക്കി. ഉദ്ദേശം ശരിയല്ല. ഇന്നും ദൈവേഷ്ടം ചെയ്യാൻ തക്കോണം ഹൃദയം ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയായിട്ട് നിൽക്കുന്നു, മറുപടി ലഭിക്കുന്നതില്ല. ദൈവസന്നിധിയിൽ നമ്മളിന്ന് ഈ പ്രാർത്ഥനയിൽ നമുക്കൊന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചാൽ, നീ എനിക്ക് ഇന്നത് തന്നാൽ, നീ എന്റെ ഒരു വാള് തന്നാൽ, ഈ വാള് കയ്യിലേക്ക് തന്നാൽ പ്രശ്നമാണെന്നറിയാം. അതിനെ കൈവിട്ട കളിയാ. ശൗലിനോട് പറഞ്ഞത്, നിന്റെ കാഴ്ചക്ക് നീ എളിയവനായിരുന്ന സമയത്താണ് നിന്നെ ഞാൻ വിളിച്ചത്. നിന്റെ കാഴ്ചക്ക് നീ എളിയവനായിരുന്നു നിന്നെ വിളിക്കുമ്പോ. കാരണം ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, ഈശന്റെ മകൻ, ഇസ്രായേൽ എന്റെ ഗോത്രം ചേർന്നു, ഞാൻ ഒരു എളിയ മനുഷ്യൻ, ഇതൊക്കെയായിരുന്നു അവന്റെ ചിന്ത. ആ സമയത്ത് നിന്നെ വിളിച്ച് ഇസ്രായേലിനെ പ്രഭുവാക്കി വെച്ച്. ഇന്ന് നീ ആരാ? അനുസരണക്കേടുള്ളവൻ, അനുസരിക്കില്ല. രണ്ടാമതോ, ശമൂവേൽ പറയാ, അയ്യോ, ഞാൻ എങ്ങനെ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പോകും? ശൗൽ അറിഞ്ഞ എന്നെ കൊല്ലൂലോ. കേൾക്കണം, ശമൂവേൽ ആരാ? ശമൂവേൽ എന്ന് പറയുന്നത് ഇസ്രായേലിൽ എല്ലാവർക്കും സമ്മതനായ ഒരു പ്രവാചന മഹാപുരോഹിതൻ സ്ഥാനത്ത് നിൽക്കുന്നവനാണ്. ആ പുരോഹിതൻ വിറക്കി പേടിക്കുക. കാരണം അവൻ അത്രയും വളർന്നു കഴിഞ്ഞു. ശൗൽ അത്രയും വളർന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ വചനം പറയുന്നത്, അന്ന് ഇന്ന് ഇത് തന്നെ ചിന്തിച്ചാൽ മതി. അന്ന് കഴുതയെ കാണാതെ പോയപ്പോ ശൗലിന്റെ അടുത്ത് ചെല്ലാതെ രാജത്വം പ്രാപിക്കാതിരുന്നെങ്കിൽ, അഭിഷേകം പ്രാപിക്കാതിരുന്നെങ്കിൽ, ഇന്നും ശൗലിന്റെ കുടുംബം നിലനിൽക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ല.
ഒരു കുഴപ്പമില്ല. ഇന്ന് ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം വന്നു, ശൗലിനെ അഭിഷേകം ചെയ്തു, രാജാവാക്കി. പിന്നെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കുടുംബം ഇശായി എന്ന് പറഞ്ഞ കീശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ, അവനോട്ട് കാര്യം നോക്കി ജീവിച്ചുകൊണ്ട് വന്ന ഒരു മനുഷ്യൻ. അതിന് കുടുംബത്തിനൊരുത്തൻ രാജാവാകാൻ പോയി, അവസാനം കുടുംബമായിട്ട് പോയി, കുടുംബമില്ലാതായി പോയി. ഇന്ന് ദൈവസന്നിധിയില് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പാഠമാണ്. ദൈവമേ, ഇവനും അബ്രഹാമിന്റെ സന്തതിയായ ഈ ഭവനത്തിന് രക്ഷ വന്നു, ശരി വന്നു, എന്റെ ഭവനത്തിന് രക്ഷ വന്നു. ഇന്ന് ഞാൻ പലതിനെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, ആ പ്രാർത്ഥന ഇതെല്ലാം കൂടി കാര്യങ്ങൾ വരികയാണെങ്കിൽ, എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ എവിടെ ചെന്ന് അവസാനിക്കും? അതെനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഈ വിഷയങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് കർത്താവിന്റെ ആവശ്യങ്ങളും സങ്കടങ്ങളും എല്ലാം അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം, ദൈവമേ, ഞാൻ എവിടെ എത്തണമെന്ന് നീ അറിയുന്നു, ഇതിന്റെ അകത്തിരിക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നു. വേറെ ഒന്നുമല്ല കർത്താവ്, ഞാനും എന്റെ പ്രാണനും എന്റെ കുടുംബത്തിന്റെ രക്ഷയും അവരുടെ എന്റെ മക്കളുടെ എന്റെ കുഞ്ഞുങ്ങളുടെ പ്രാണങ്ങളും എന്റെ കർത്താവ് സന്നിധിയിൽ എത്താൻ തക്കവണ്ണം എന്താ ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിച്ചോളൂ. കാരണം ഏത് പരിശോധിച്ച് സങ്കീർത്തനക്കാരൻ പറയാണ്, നീ എന്നെ പരീക്ഷിച്ചു, ശോധന ചെയ്തു, രാത്രിയിൽ സന്ദർശിച്ചു, കുഴപ്പമൊന്നുമില്ല. കർത്താവിന്റെ സ്തോത്രം. ആരുടെ സങ്കീർത്തനം എന്നറിയാമോ? ദാവീദിന്റെ സങ്കീർത്തന. ഒന്നുമില്ല, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദാവീദ് അവരുടെ കുടുംബവും എവിടെ എത്തുമെന്നറിയാം? അത്ര ഭയങ്കരമായ ഒരു നിലയിലെത്തും. ഇല്ല, ഉള്ളില് എന്തില്ല? ദുരുദ്ദേശമില്ല. ആർക്കറിയാം? ദൈവത്തിനറിയാം. ഇതുപോലെയൊക്കെ തന്നെയാണ് ശൗലും വന്നത്. ശൗലും വന്നത് ഇപ്രകാരമാണ്. പക്ഷേ ദുരുദ്ദേശമുണ്ട്, ഉദ്ദേശം ശരിയല്ല. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആരാധിപ്പാനായിട്ട് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ സമ്മതിക്കുക, നമുക്ക് വേണ്ട നന്മ എന്തെന്നും നമുക്കറിവില്ല. നമ്മൾ എങ്ങനെ ആ കർത്താവിൽ എത്തിച്ചേരുമെന്ന് നമുക്കറിവില്ല. അറിവുള്ള ഒരുവൻ, നമ്മൾ ആരാണെന്ന് അറിയാവുന്നവൻ, ഇത് ശോധന ചെയ്തിട്ട് മാത്രം മതി കർത്താവ്. നീ എന്നെ ശോധന ചെയ്യണം, പരീക്ഷിക്കണം, രാത്രി സന്ദർശിക്കണം, എന്നിട്ട് ഒരു ദുരുദ്ദേശം ഇല്ലെന്ന് കണ്ടാലില്ലാതെ എന്റെ സകല പ്രാർത്ഥന വിഷയത്തിൽ തരണ്ട, മറുപടി തരണ്ട. ശടിച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ശടിച്ച് പ്രാർത്ഥിച്ചാൽ പറഞ്ഞല്ലോ, അവർ കൊതിക്ക് ഭക്ഷണം ചോദിച്ചു, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു, പ്രാർത്ഥിച്ചത് കൊടുത്തു. പക്ഷെ അവരുടെ പ്രാണന് ക്ഷയമായി. പ്രാണത്തെത്തിയില്ല. ഇത് ദൈവസന്നിധിയിൽ വെച്ച് നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നാളുകളായിട്ട് ദൈവം അറിയുന്ന വിഷയം. ഇന്ന് ഈ പ്രാർത്ഥന ഇവിടെ നമ്മൾ ഈ നടത്തുമ്പോൾ, ഈ ആരാധന ഇവിടെ നടത്തുമ്പോൾ തന്നെ ഈ ആരാധനയിൽ കൂടി ഈ പ്രാർത്ഥനയിൽ കൂടി എല്ലാം നാളുകളായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ കർത്താവ് അറിയും. എന്നാൽ രണ്ട് വഴി ഇന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെ ഒന്ന്, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു, പക്ഷെ അവരുടെ പ്രാണന് ക്ഷയം വന്നു. പക്ഷെ ദാവീദ് പറയുകയാണ്, അങ്ങനെ വേണ്ട, അങ്ങനെ ഞാൻ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ ഇങ്ങോട്ട് തന്നാലേ ഞാൻ എത്തേണ്ടടുത്ത് സ്ഥലത്തില്ല. നീ എന്നെ ശോധന ചെയ്യണം, നീ എന്നെ പരീക്ഷിക്കണം, നീ രാത്രി എന്നെ സന്ദർശിക്കണം, എന്നിട്ട് ദുരുദ്ദേശം ഇതിലില്ല എന്ന് കാണുന്ന പ്രാർത്ഥനയ്ക്ക് മാത്രം നീ മറുപടി തന്നാൽ മതി. ദൈവം പ്രസാദിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം പ്രസാദിക്കും. അല്ല എങ്കിൽ ഇത് സങ്കടമായിട്ട് നിൽക്കും, പ്രാർത്ഥനയായിട്ട് നിൽക്കും, ദുഃഖമായിട്ട് നിൽക്കും, ഒരു ലക്ഷ്യത്തിലെത്തും.
ഒരു രക്ഷിതാർത്ഥം ദൈവത്തിന്റെ ആത്മാവ് തന്ന ആലോചന മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി നോക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവ് സന്നിധിയിലേക്ക് കർത്താവെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളോട് കർത്താവ് സംസാരിച്ചു. ഇന്ന് ഈ ആരാധനയിൽ കർത്താവിന്റെ നാമം മുഖത്ത് കൊടുക്കണം. കർത്താവ് ദൈവമേ, 2 പ്രാർത്ഥന കാര്യങ്ങൾ കർത്താവ് ഞങ്ങളെ ഗ്രഹിപ്പിച്ചു. കർത്താവ് മരുഭൂമിയിൽ യേശുവെ മാംസത്തിന് വേണ്ടി കൊതിക്ക് ഭക്ഷണം ചോദിച്ചു. എന്നാൽ അവർ ആഗ്രഹിച്ചത് ദൈവം അവർക്ക് കൊടുത്തു, ചോദിച്ചത് അവർക്ക് കൊടുത്തു. എങ്കിലും അവരുടെ പ്രാണൻ എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തിയില്ല. എന്നാൽ ഇവിടെ ഞങ്ങളെന്ന് വായിച്ചത് പ്രകാരം, പഠിച്ചത് പ്രകാരം ദൈവമേ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ സന്ദർശിച്ചു, പരീക്ഷിച്ചു. ദുരുദ്ദേശമില്ല എന്ന് കാണുന്ന കാര്യം മാത്രം തന്റെ ജനത്തിന് നൽകി, തന്റെ ഭക്തന് നൽകി, അവരുടെ പ്രാണനെ കർത്താവിനെത്തിപ്പാൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പാകെ ഇന്ന് ഞങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് കർത്താവെ ദൈവഹിത പ്രകാരം, കർത്താവ് കപടമില്ലാത്ത, ദുരുദ്ദേശമില്ലാത്ത പ്രാർത്ഥനയുടെ ഉത്തരം ഞങ്ങൾക്ക് തരണം. അല്ലാത്തത് ഞങ്ങൾക്ക് തരണ്ട. ഞങ്ങളുടെ പ്രാണന ദോഷം വരുത്തുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവഹിത പ്രകാരം ക്രമീകരിക്കണം. നമ്മൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. യേശു എന്നടിസ്ഥാനം ആശയ